നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ഇന്നലെ ജൂലൈ 25-ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സന്തോഷം നൽകുന്ന ചെടികളിൽ മൊട്ട് വരുന്ന ഡേറ്റ് നമ്മൾ മുന്നേ പ്രഖ്യാപിക്കുകയാണ്. നമ്മളുടെ ഇതുവരെയുള്ള കൃഷി അറിവുകൾ വെച്ചിട്ട് പറയുക. അപ്പോൾ മൊട്ട് വന്ന ആൾക്കാർ വളരെയധികം ആൾക്കാർ വിളിച്ചു, അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു. അതുപോലെ മൊട്ട് വരാറായ ആൾക്കാരും അവർക്കും നമ്മൾ ആ വീഡിയോയിൽ കാര്യം പറയുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അവരുടെയും സന്തോഷം, നമ്മൾ കൊടുക്കുന്ന ഈ ധൈര്യം അവർക്ക് എന്തായാലും പ്രചോദനം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കും വളരെ സന്തോഷമായിട്ടോ. കാരണം നമ്മളൊരു അറിവ് ബിസിനസ് ചെയ്യല്ല, ആ അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് എത്രയോ ദൂരത്തിരിക്കുന്ന ആളുകളായിരിക്കാം, അവരത് നമ്മളുടെ രീതി ഫോളോ ചെയ്ത് അവർക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ അത് സന്തോഷം. പിന്നെ ചെടികൾക്ക് പല പ്രശ്നങ്ങളും വരും, അതിനൊക്കെ ഓവർകം ചെയ്യാൻ അവർക്ക് കഴിയണം. അപ്പോൾ ഇന്നലെ ആ വീഡിയോ ചെയ്തിട്ട് വിളിച്ച ആളുകളിൽ നിന്നും ഒരു ഏജായ ഒരാൾ എന്നോട് സംസാരിച്ചത്, അവർക്ക് ഇത് തയ്യ് കിട്ടിയപ്പോൾ അല്പം വൈകിയിരുന്നു, പക്ഷെ നമ്മളുടെ രീതി കണ്ട് അപ്പോൾ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് കുറച്ച് വൈകിപ്പോയി, ഈ നോർമൽ രീതിയിൽ ചെയ്തു പോയാൽ ഇതേ സമയത്ത് മൊട്ട് കാണുമോ എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു ഭയം. കുറച്ച് നല്ല ഏജായ ആളാണ്, സീനിയർ സിറ്റിസണാണ്. അപ്പോൾ അവർക്കുണ്ടായത് ഭാര്യയും ഭർത്താവും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിലും ഒന്ന് വിളിക്കുക, ഓരോ ദിവസത്തെ അപ്ഡേറ്റുകൾ തരിക. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഓരോ ദിവസം അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴെങ്കിലും വിളിക്കും വൈകുന്നേരം. എന്നിട്ട് ആദ്യം ചോദിക്കുക, ബുദ്ധിമുട്ടാവുമോ, ഞങ്ങൾ വിളിച്ച ഇത് ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്തരം കാര്യങ്ങൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ സംസാരിക്കാനുള്ളതാണ് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം വിശദമായിട്ട്. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന വളത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയിട്ട് അവരുടെ ചെടികളുടെ ഫോട്ടോ നോക്കി, അവർ പറയുന്ന കാര്യങ്ങൾ നോക്കി, അവരുടെ കാലാവസ്ഥ നോക്കി അവർക്ക് വളപ്രയോഗത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊടുക്കും. എന്നിട്ട് ആ മാറ്റങ്ങൾ കൊടുത്തത് കൊണ്ട് ഇന്നലത്തെ വീഡിയോ കണ്ട് രാത്രി അവർ വിളിച്ച അവരുടെ സന്തോഷം എനിക്കും ഭയങ്കര ഒരു കാര്യമായി. കാരണം നല്ല ഒരു റിസൾട്ട് അവർ പറയുക, പറഞ്ഞ ഡേറ്റിന് തന്നെ കൃത്യം വന്നു. ഇതിപ്പോൾ എൻ്റെ കഴിവല്ല കേട്ടോ. ഈ ചെടിക്ക് 2 ഘട്ടം പ്രൂൺ ചെയ്യുക, അല്ലെങ്കിൽ 1 ഘട്ടം പ്രൂൺ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമയമാകുമ്പോഴേക്കും ചെടിക്കറിയാൻ പോകണം എന്നാണ്. നമുക്ക് ഡേറ്റ് അറിയില്ലെങ്കിലും കുഴിച്ചിട്ട ചെടിക്ക് ചെണ്ടുമല്ലിച്ചെടികൾ കേരളത്തിലേക്ക് വരുന്നത് തന്നെ വിത്തുകളായിട്ടും ചെടികളായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ ഓണം ആദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന ഡേറ്റിന് അത്തം വരും, ഏത് ഡേറ്റിനാണ് തിരുവോണം വരിക എന്നൊക്കെ ചെണ്ടുമല്ലിച്ചെടികൾക്ക് അറിയാം. അവർ ആ സമയമാകുമ്പോൾ പൂക്കും. നമ്മളുടെ മലയാള കവിതയിലെ പൂക്കാൻ എനിക്ക് ആവതില്ല എന്ന് പറയുന്നുണ്ട്. വിഷുവിൻ്റെ കണിക്കൊന്ന പറയുകയാണ്, എനിക്ക് ആ സമയമാകുമ്പോൾ പൂക്കാതിരിക്കാൻ പറ്റില്ല, പൂവിട്ടേ തീരൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചെണ്ടുമല്ലിക്ക് അറിയാം ഓണം എന്നാണെന്ന്. ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി ചെണ്ടുമല്ലിയോട് പറയാണ്, നിങ്ങൾ കൃത്യസമയത്ത് തന്നെ പൂവിടണമെന്ന്. അതിനുള്ള കുറച്ച് ചേരുവകൾ നമ്മൾ ചേർത്ത് കൊടുക്കുക, സഹായങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമേ ചെയ്യുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, എന്നോട് സംസാരിച്ച ഈ സീനിയർ സിറ്റിസൺ ആളുകൾ ഇങ്ങനത്തെ ഒരു കാവ്യാത്മകമായ രീതിയിൽ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, വളരെ സന്തോഷം പ്രകടിപ്പിച്ചു. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ ചെണ്ടുമല്ലിച്ചെടിയിൽ മൊട്ട് വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ള കുറേ സംശയമാണ്. ഞാൻ കുറേ വളങ്ങൾ, വേണ്ടതും വേണ്ടാത്ത വളങ്ങളൊക്കെ മാറി അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലെ ഡേറ്റ് നോക്കിയിട്ട് വിശദമായി ചെയ്യുക. എന്തുകൊണ്ട് ഒരാൾ എന്നോട് തർക്കിച്ചിട്ട് ചോദിച്ചതാണ്, തല മുറിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളിൽ ഇഷ്ടം പോലെ കൊമ്പും ചിലകളും ഉണ്ടാവും, ഇഷ്ടം പോലെ പൂവുണ്ടാവും, അങ്ങനെ തല മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ലാന്ന്. അതായത് നമ്മൾ ചെയ്യുന്ന രീതി ഇഷ്ടപ്പെടാത്ത ആളോ നമ്മളോട് എന്തെങ്കിലും പേഴ്സണൽ ദേഷ്യമുള്ള ആളോ ആണോ എന്നറിയില്ല, വിളിച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിക്കാം, വേണ്ടെങ്കിൽ മുറിക്കണ്ട. എന്തുകൊണ്ട് മുറിക്കാൻ പറഞ്ഞു എന്നുള്ളത് ബാക്കി ആളുകളെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ തല മുറിക്കാൻ പറയുമ്പോൾ ധാരാളം ചെരുപ്പുകൾ പൊട്ടും, മുറിക്കാത്തതിനേക്കാൾ കൂടുതൽ ചെരുപ്പുകൾ പൊട്ടും. രണ്ടാമത്തെ കാര്യം, ഒന്ന് കുറ്റിയായി നിൽക്കും, കാറ്റത്ത് മറിഞ്ഞു വീഴില്ല. 1000 ചെടികൾക്ക് 1000 താങ്ങുകാലുകൾ കൊടുക്കാൻ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എഫേർട്ട് എനിക്കറിയാം, ഞാനത് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്രയും കുള്ളനാക്കി വളർത്തിയാൽ മറിഞ്ഞു വീഴില്ല. പ്രത്യേകിച്ച് പാലക്കാടൻ ഏരിയകളിൽ, കാറ്റ് കൂടിയ സ്ഥലങ്ങളിൽ ഒക്കെ അനുഭവമുള്ളവർക്ക് അറിയാം.
അപ്പോൾ നമ്മൾ അത്തരം ആളുകളോടൊന്നും നമ്മൾ തർക്കിക്കാൻ നിൽക്കില്ല. പിന്നെ മറ്റൊരാളുടെ ഒരു തർക്കമുണ്ടായിരുന്നത് ഇത്രയും വളങ്ങളൊക്കെ കൊടുത്തിട്ടാണോ ചെടി പൂടിപ്പിക്കാൻ. ഞാൻ എത്രയും വളങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പ്രിയ സുഹൃത്തെ. വളരെ കുറച്ച് വളങ്ങൾ ഡയലൂട്ട് ചെയ്ത് പല ഘട്ടങ്ങളായി കൊടുക്കുന്നത്. ആകെ എൻ്റെ കണക്ക് പ്രകാരം ഒരു 1000 ചെടികൾക്ക് ഒരു 500 രൂപ 1000 രൂപയുടെ ഉള്ളിൽ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഏറെയാണെന്ന് പറയുന്നു. 1 2 3 കിലോ പിന്നെ DAPയും അല്ലെങ്കിൽ 2 കിലോ പൊട്ടാഷ്യം 2 ബോട്ടിൽ മരുന്നും ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പം ഇത് കേൾക്കുന്ന ആൾക്ക് ഡെയിലി ഇതിൻ്റെ ഉള്ളിൽ വളം കൊണ്ടിടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മരമായി വളരേണ്ട അവസ്ഥയിലേക്ക് എത്തുക. ഒന്നും നിങ്ങൾ ഇത്തരം കമൻറ്റുകളൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം ഇത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതായിരിക്കാം. എന്തായാലും ഏത് തരത്തിൽ കൃഷി ചെയ്യുന്ന ആളുകളായാലും ലക്ഷ്യം അത്തത്തിന് പൂ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ചെടി അത്തത്തിന് പൂ കിട്ടുന്ന അവസ്ഥയിലേക്ക് പോവുക. ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഒരു രീതി ഫോളോ ചെയ്യുന്ന ആൾ ഇപ്പം അതിൽ വളം കൊടുത്തിട്ടില്ലെങ്കിൽ മരുന്ന് കൊടുത്തിട്ട് പൂടാനുള്ള എല്ലാത്തിലേക്ക് എത്തിച്ചിട്ട് ഇനി അമിത മോഹത്താൽ അത്യാഗ്രഹത്താൽ കുറേ പൂ ഉണ്ടാവട്ടെ എന്ന് കരുതി വേറെ വളങ്ങൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി പ്രയോഗിക്കരുത്. ചെടിക്ക് കരുത്ത് ഉള്ളത് നഷ്ടപ്പെടും, ചെടി ശോഷിക്കും, നഷ്ടപ്പെടും. അത് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുക. ഒരു രീതി ഫോളോ ചെയ്യുക കേട്ടോ. ഇനി ഒറ്റ കാര്യം, ഒരു ചെടി മണ്ണിൽ കുഴിച്ചിട്ടിട്ട് ഒരു വളം കൊടുത്തിട്ടില്ലെങ്കിലും ഓണ സമയത്ത് പൂടും. അതാണല്ലോ ചെടി പറയുന്നത്. പൂക്കാൻ എനിക്ക് ആവതില്ല എന്ന് കണിക്കുന്ന പറഞ്ഞ പോലെ ചെണ്ടുമല്ലിയും പറയുമല്ലോ. പക്ഷേ ചെടിക്ക് കരുത്തും വളർച്ചയും ധാരാളം പൂക്കളും ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒന്ന് പരിചരിച്ചാൽ മതി. ഇത്രയും വീഡിയോയിലൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും വളങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് വളങ്ങളുള്ളൂ. 1 കിലോ കടലപ്പിണ്ണാക്ക് കൊണ്ട് 1000 ചെടിക്ക് ഒഴിക്കാൻ പറയുമ്പോൾ നിങ്ങൾ അതിലൊന്ന് മനസ്സിലാക്കൂ എത്രയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലെ നെഗറ്റീവ് കമൻറ്റുകളും നമ്മൾ സ്വീകരിക്കുന്നു. കാരണം അത് അടുത്ത തവണ അവർ തന്നെയാണ് നമ്മളടുത്തേക്ക് വന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇനി പൂവിന് ശക്തി കിട്ടാനുള്ള മൊട്ട് പൊന്തി കുറച്ചിങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വളപ്രയോഗങ്ങൾ മാറ്റി മാറ്റി ഇങ്ങനെ ലൈറ്റായിട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ പൂവ് നല്ല വണ്ണം വയ്ക്കും. ഇനി മൊട്ട് ഒരു വിധമായി കഴിഞ്ഞാൽ 10 ദിവസം മൊട്ട ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വളപ്രയോഗത്തിൽ ചെറിയൊരു ടേണിംഗ് പോയിന്റ്, അതായത് ചെടിക്കൊരു ടേണിംഗ് പോയിന്റ് വരുന്ന തരത്തിൽ വളം ഒന്ന് മാറ്റി കൊടുത്താൽ നല്ല പൂവായി മാറും കേട്ടോ. അതൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ പോവാം. ധാരാളം സ്കൂളുകൾ ചെയ്യുന്നുണ്ട്, കോളേജുകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ വ്യവസായ സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട്, വ്യക്തികൾ ചെയ്യുന്നുണ്ട്. അതിൽ വിളിച്ച മറ്റൊരു ആൾ പറഞ്ഞ ഡിസബിലിറ്റി ഉള്ള ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് മറ്റാളുകളുടെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അവർ പറയുന്നത് അവരുടെ ഡിസബിലിറ്റി മാറ്റിയിട്ട് അവർ ഏബിളാണ് എന്ന് അവരുടെ മനസ്സിൽ തോന്നുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെന്ന്. ഒരു നല്ലൊരു സല്യൂട്ടാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. തൃശ്ശൂർ എറണാകുളം ഭാഗത്ത് നിന്ന് വിളിച്ചൊരു ലേഡിയാണ് ഡിസേബിൾ ആയ ആൾ. അപ്പോൾ അവർ ഡിസേബിൾ ആയ ആളെന്ന് ഇനി തോന്നണ്ട, അവർ ഏബിൾ ആയതുകൊണ്ടാണ് മറ്റാരും ചെയ്യാതെ ഈ കൃഷിയിൽ ഇത്രയും പൂക്കൾ വിളയിച്ചെടുക്കാൻ അവർക്ക് കഴിവ് കിട്ടുന്നത്. അപ്പോൾ അവർ ഏബിൾ തന്നെയാണ് എല്ലാ കാര്യത്തിലും ഉണ്ടോ. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക, നന്നായിട്ട് വളർത്തുക, നല്ലൊരു പൂക്കാലം തീർക്കുക. വിളിച്ച ആളുകൾക്ക് ഈ വീഡിയോ കണ്ടിട്ട്, നമ്മളുടെ ഒരു മെയിൻ വീഡിയോ ആയിരുന്നു ഇന്നലെ ഇട്ടത്, ആ വീഡിയോ കണ്ടിട്ട് വിളിച്ച എല്ലാ ആളുകൾക്കും അതേപോലെ മെസ്സേജ് അയച്ച ആളുകൾക്കും 1000 നന്ദി. കാരണം ഞാൻ ഇന്നലെ വിളിച്ച തൃശ്ശൂർ എറണാകുളം ഭാഗത്തു നിന്നൊരു ടീച്ചർ വിളിച്ചിരുന്നു. ടീച്ചറോട് ഞാൻ പറഞ്ഞത്, ടീച്ചർ ഇത് കേട്ടു, അടുത്ത കൊല്ലം ടീച്ചർ എന്ത് ചെയ്യണം, എന്നോട് ചോദിക്കാതെ ടീച്ചറാണ് ആ ഏരിയത്തെ ആളുകൾക്ക് ഇതിൻ്റെ സ്റ്റെപ്പുകൾ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അവർ പറയുക വളരെ സന്തോഷം, നമ്മൾ ആ ശൈലി കണ്ടപ്പോൾ അവർക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നിയിട്ടാണ് എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചറും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് നമ്മളെ ഫോളോ ചെയ്യുന്നതിന്. ഇനി മറ്റുള്ളവർക്ക് നിങ്ങൾ മാതൃകയാക്കുക. ഓക്കെ, താങ്ക് യു.